മുഹറം മാസം അള്ളാഹു വിശുദ്ധ മാസമായി പരിഗണിച്ചിട്ടുള്ള 4 മാസങ്ങളിൽ ഒരു മാസമായി പരിഗണിക്കപ്പെടുന്നതാണ് യഥാർത്ഥത്തിൽ ഈ മുഹറം മാസം എന്ന് പറയുന്നത്. അള്ളാഹു ആദരിച്ച പരിശുദ്ധമായ ഒരു മാസം എന്ന നിലക്ക് ആ മാസത്തിന് ഒരു ആദരവുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. ദാലിക വമൻ യുഅല്ലിം ശആഇറല്ലാഹ് ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളോട് ഉണ്ടാകുന്ന ഒരു ആദരവ് എന്ന് പറഞ്ഞാൽ അത് തഖ്വൻ്റെ ഒരു അടയാളമാണ്. നമ്മൾ അള്ളാഹുവിലും ഒക്കെ ശരിക്ക് വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ആദരവ് ഉണ്ടാവുന്ന ആ ആദരവാണ് യഥാർത്ഥത്തിൽ നമ്മുടെ മനസ്സിലൊരു കാര്യം. എത്രമാത്രം എന്ന് വെച്ചാൽ അതിൽ പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മളിപ്പോൾ കാലൊക്കെ ഒന്ന് കടയുമ്പോൾ എന്ത് ചെയ്യും, സഫിലിരിക്കുമ്പോൾ കാലൊന്ന് മുന്നോട്ടേക്ക് നീക്കി വെച്ചിരിക്കും, കാല് നീട്ടിയിരിക്കും, ഇരിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ. അപ്പോൾ കാണുന്ന ചില ആൾക്കാർ വിചാരിക്കുന്ന കാലം അങ്ങനെ ഒരു ആദരവില്ലാതെ വെച്ച്, അതിലൊന്നും പ്രശ്നമില്ല. അപ്പോൾ എന്താണ്, പള്ളി എന്ന് പറയുമ്പോൾ നമുക്കൊരു ആദരവുണ്ട്, ഖുർആൻ എന്ന് പറയുമ്പോൾ ഒരു ആദരവുണ്ട്. അതാണ് അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങൾക്കുള്ള ആദരവ് എന്ന് പറഞ്ഞാൽ. അത് അള്ളാഹുവിൻ്റെ ഭൂമിയിലുള്ള അടയാളങ്ങളാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളായിട്ട്. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ അടയാളങ്ങളെക്കുറിച്ചാണ് അത് പറയുന്നത്. പല കാര്യങ്ങളിൽ സ്ഥലങ്ങളുണ്ട്. സ്ഥലം എന്ന് പറഞ്ഞാൽ എല്ലാ പള്ളിയും അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളായി കണക്ക് കൂട്ടുന്നുണ്ട്. പ്രത്യേകിച്ചും മസ്ജിദുൽ ഹറാമും മസ്ജിദുൻ നബവിയും മസ്ജിദുൽ അഖ്സയും. അങ്ങനെ ചില സ്ഥലങ്ങൾക്ക് പ്രത്യേകമായ ചില പരിഗണനകളുണ്ട്, അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളായി പരിഗണിക്കപ്പെടും. അതുകൊണ്ടാണ് ഹജ്ജിൻ്റെ സ്ഥലങ്ങൾ അത് അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളാണ്. ഇന്ന സഫാ വൽ മർവത മിൻ ശആഇരില്ലാഹ്. അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളിൽ പെട്ടതാണ് സഫയും മറുവയും എന്നാണ്. ഹജ്ജിൻ്റെ ജബൽ അറഫാത്ത്, മുസ്ദലിഫ, മിന, ഇതൊക്കെ അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളായി പരിഗണിക്കപ്പെടുന്നു. കാലങ്ങളിൽ അങ്ങനെ ഉണ്ട്. പരിശുദ്ധമായ ഷഹ്റു മുബാറക് റമളാൻ കാലങ്ങളിൽ വിശിഷ്ടമായ അള്ളാഹു ആദരിച്ച ചിഹ്നങ്ങളിൽപ്പെട്ട ഒന്നാണ്. അതേപോലെ തന്നെ ശ്രേഷ്ഠമായ ദിവസങ്ങൾ യൗമ അറഫയുണ്ട്. അതേപോലെ തന്നെ അശർ ദുൽഹിജ്ജയുണ്ട്, ദുൽഹജ്ജ് മാസത്തിലായത്തെ 10 ദിവസങ്ങൾ. അതേപോലെ തന്നെ ആശൂറാ, അതേപോലെ തന്നെ എല്ലാ ആഴ്ചകളിലുമുള്ള വെള്ളിയാഴ്ച. ഇതൊക്കെ അള്ളാഹു പ്രത്യേകമായി അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളായി നമുക്ക് പരിചയപ്പെടുത്തപ്പെടും. ബാങ്ക്, ഇഖാമത്ത്, ഇതിനെയൊക്കെ ചിഹ്നങ്ങളായിട്ടാണ്. നമസ്കാരങ്ങൾ അതെല്ലാം അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളായി. ബലിമൃഗങ്ങൾ, അറുക്കപ്പെടുന്ന ബലിമൃഗങ്ങളെയൊക്കെ ചിഹ്നങ്ങളാണ്. ആ ചിഹ്നങ്ങളോടൊക്കെയുള്ള ഒരാദരവുണ്ടല്ലോ, അതൊക്കെ നമ്മുടെ വിശ്വാസത്തിൻ്റെയും തഖ്വയുടെയും ഭാഗമാണെന്ന്. എന്തിനേറെ പറയണം, ഇസ്ലാമികമായി നമ്മൾ സ്വീകരിക്കുന്ന ഒരു വസ്ത്രം പോലും, ഒരു സ്ത്രീ ധരിക്കുന്ന ഒരു ഹിജാബ് ഉണ്ടല്ലോ, അത് ഇസ്ലാമിൻ്റെ ഒരു ചിഹ്നമായിട്ടാണ്. എന്താണ് ഈ ചിഹ്നങ്ങളോടുള്ള ആദരവ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ, അതിനോടൊക്കെ എന്ത് സമീപനമാണോ നമ്മളോട് സ്വീകരിക്കാൻ പറഞ്ഞത് അത് ചെയ്യാം. ഇപ്പോൾ പള്ളിനെ ആദരിക്കാൻ എന്താണ്, പള്ളിക്കാണ് നമ്മൾ നിസ്കരിക്കേണ്ടത്. അപ്പോൾ 5 വക്തിനും പള്ളിക്ക് വരണമെന്നും ആ പള്ളിയിൽ ആരാധനകളും പ്രാർത്ഥനകളും ദിക്റുകളൊക്കെ നിർവഹിക്കണമെന്നും അത് ചെയ്യുമ്പോഴാണ്, അതാണ് ആദരവ് എന്ന് പറഞ്ഞാൽ. ആദരവ്, ബഹുമാനം എന്ന് പറഞ്ഞാൽ ഓരോന്നിനോടും നമ്മളോട് ഹജ്ജിൻ്റെ ചിഹ്നങ്ങളെ എങ്ങനെയാണ്, സ്ഥലങ്ങളെ എങ്ങനെ ബഹുമാനിക്കുക, അവിടെ നമ്മൾ എത്തുക, അവിടെ നിർണ്ണയിക്കപ്പെട്ട മുസ്ദലിഫയിൽ ഉറങ്ങലാണത്, അറഫയിൽ നിന്ന് പ്രാർത്ഥിക്കലാണത്, കഅബനെ തവാഫ് ചെയ്യലാണത്. എന്താണോ നമ്മളോട് നിർവഹിക്കാൻ പറഞ്ഞത് അത് നമ്മൾ നിർവഹിക്കും.